ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ രണ്ട് ഏത്തപ്പഴം ഇതേ കനത്തിൽ ചെറുതായി ഞുറുക്കിയത്, പിന്നെ തേങ്ങ, ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് ഞുറുക്കിയത്, മുന്തിരിങ്ങ, പഞ്ചസാര, ഒരു 2 സ്പൂണോളം കാണും പഞ്ചസാര, നെയ്യ്. പിന്നെ നമുക്ക് തുടങ്ങാം. ശരി. അതിനായി നമ്മൾ പാൻ അടുപ്പയിലേക്ക് വെച്ചു. ഇനി ഫ്ലെയിം കാണിക്കാം. 4 മണിക്കടിയല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. 4 മണിക്ക് കഴിക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ആണോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് നോക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് നെയ്യ് കഴിക്കാം അല്ലയോ? ചൂടാവട്ടെ പാൻ. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ഒന്ന് മെൽറ്റാവട്ടെ. തണുത്തിരുന്ന നെയ്യാണ്, മെൽറ്റാവട്ടെ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണയായാലും ചേർത്ത് ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പൊന്ന് വാഴട്ടെ. അണ്ടിപ്പരിപ്പൊന്ന് നല്ലപോലെ മൂക്കണം. ഇനി അതിലേക്ക് മുന്തിരി ഇടാം. മുന്തിരി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം അതിലേക്ക് ഇടണം. അപ്പം മുന്തിരി ഒരു പകുതി വേവായി. ഇനി നമുക്ക് ബാക്കി മുന്തിരി അതിൽ കിടന്നങ്ങ് മൂത്തോളൂ. നമുക്ക് ഏത്തപ്പഴം അതിലേക്ക് ഇടാം. ഏത്തപ്പഴം ഞുറുക്കി ചെറുതായി മുറിക്കണം. സ്ലൈസായിട്ട്, ചെറിയ സ്ലൈസായിട്ട് മുറിക്കണം. അന്നേരം പെട്ടെന്ന് പോകും. ഇനി നല്ലോണം ഒന്ന് വഴങ്ങട്ടെ. ഏത്തപ്പഴം കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണമുള്ളൊരു സാധനമാണ്. മുതിർന്നവർക്കും നല്ലത് തന്നെയാണ്. ഇത് വഴങ്ങുമ്പോൾ ഇത് ചെറിയ മഞ്ഞ നിറമായി വരും. മഞ്ഞ നിറമാകുമ്പോൾ അത് മൂത്തെന്നുള്ളതാണ് അർത്ഥം. പഴം നല്ല മൂത്ത് നല്ല പരുവായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ പഴവും മുട്ടയും കൊണ്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയില്ലേ, അത് നല്ലതായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമേ അറിഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. കണ്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്, നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പഴം കൊണ്ടുള്ള മറ്റൊരു വിഭവമാണ്. ഇനി നമുക്ക് വേറെ മറ്റൊരു വിഭവം കൂടി ഉണ്ടാക്കണം. പഴം കൊണ്ട് നമുക്ക് ഒരുപാട് സ്നാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം, വരുന്ന എപ്പിസോഡിൽ കാണിക്കാം, ഇല്ലയോ? ഇപ്പോൾ പഴം ഒരു പകുതി മുക്കാലോളം മൂപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഇടാം. അതിന് നല്ലൊരു മധുരം കിട്ടും. മധുരം കഴിക്കാത്തവർ പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ ആകുമ്പോൾ മധുരം ഉള്ളതല്ലേ നല്ലത്. അവർക്ക് കഴിക്കാൻ മധുരം ഉണ്ടെങ്കിലല്ലേ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ. നല്ല സ്മെല്ലുണ്ട് പഴം മൂക്കുന്നതിൻ്റെ സ്മെല്ല്. ഇനി അതിലേക്ക് നമുക്ക് ശകലം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കാം. അത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത്തിരി കൂടെ നല്ല പഴത്തിൻ്റെ ആ സ്മെല്ലും ഏലക്കയുടെ ആ സ്മെല്ലും എല്ലാം കൂടെ ഗംഭീരമായിരിക്കും. കഴിക്കാൻ തന്നെ നമുക്ക് അതിന് മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നും. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുതിർന്നവർക്കും വലിയ ഇഷ്ടം തന്നെ. കുഞ്ഞുങ്ങൾക്കായിരിക്കും അത് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് അതിലേക്ക് ചിരകി വെച്ച 1/2 കപ്പോളം തേങ്ങ അതിലേക്ക് ചേർക്കാം. അപ്പം ഏകദേശമൊക്കെ റെഡി ആയില്ലേ? അപ്പം ഏകദേശം പഴം റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. അന്നേരം തേങ്ങയും ഏലക്കയും പഴവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ചേർത്തത് നല്ല അടിപൊളി ഒരു ഡിഷാണ്. നല്ലൊരു ഡിഷാണ്. ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചായയും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് 4 മണിക്കൊക്കെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പഴം സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് റെഡി ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് സർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിരിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വിഭവമായി അടുത്ത എപ്പിസോഡിൽ വരുന്നത്.